നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. റെഡി ടു മൂവ് ഓൺ ആണ്. നമുക്കിത് 4,600 സെൻറ്റിൽ 2,100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീടാണ്. നമുക്ക് താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറി നമുക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്കൊരു വീടെല്ലാം പണിതിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് വീടുകളൊക്കെ വില്ല പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു വരുന്ന ഒരു ഏരിയ തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ടാറിട്ട ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്കിത് വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപമായിട്ടാണ് നമുക്കൊരു വീട് പണി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കാണുന്നത് പോലെ തന്നെ നല്ല മനോഹരമായ ഒരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എ ഫ്രെയിം മോഡലും അതുപോലെ തന്നെ നമുക്ക് സ്ലോപ്പിംഗ് ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തീർത്തിട്ടുള്ള വർക്കാണ് ഈ ഒരു എലിവേഷനിൽ വന്നിട്ടുള്ളത്. അതുപോലെ ടെക്സ്ചർ വർക്ക് വരുന്ന ബ്രിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എലിവേഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഇതിനകത്ത് നമുക്ക് എക്സ്റ്റീരിയർ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ നമുക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. എത്ര വലിയ വണ്ടിയായാലും നമുക്ക് സുഖമായിട്ട് വീടിനകത്തോട്ട് നമുക്ക് കയറുവാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ വീട് നമുക്ക് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വന്നിരിക്കുന്ന ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫോൾഡിങ് ഗേറ്റും അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റുമാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വരുന്ന ഒരു ഏരിയയാണ്. നമുക്ക് സുഖമായിട്ട് ഒരു കാർ വരെ പാർക്ക് ചെയ്യാൻ സ്പേസ് നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉൾപ്പെടെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ കിണറെന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടുതൽ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ 4,600 സെൻറ്റിൽ 2,100 സ്ക്വയർ ഫീറ്റ് പണി ചെയ്ത നല്ല മനോഹരമായ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. നമുക്ക് നല്ല സ്ക്വയർ മോഡലായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് നമുക്ക് ഫുള്ളായിട്ട് ഗ്രാനൈറ്റും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വരുന്ന ഈ ഒരു നമുക്ക് ചെറിയ അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡോ പോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഗ്ലാസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഈ കാണുന്നതാണ് നമുക്ക് സിറ്റ് ഔട്ടിൽ വരുന്ന ഫോൾ സീലിംഗ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. മെയിൻ ഡോർ ഫുള്ളായിട്ട് നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് മെയിൻ ഡോറ്. നല്ല അടിപൊളിയായിട്ടുള്ള ലോങ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നമുക്ക് നല്ല എലഗൻ്റ് ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു തേക്കിൻ തടിയിൽ പണി ചെയ്ത് തീർത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ്. 2 പാളി വരുന്ന ഒരു മെയിൻ ഡോറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലൂടെ നമ്മൾ കിടക്കുന്നത് സിറ്റ് ഔട്ട് നമുക്ക് നേരെ പ്രവേശിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഭാഗം നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിനെ നമുക്ക് മെയിനായിട്ട് ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ലിവിങ് ഏരിയ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ എല്ലാം ചെയ്തേക്കുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് വീടിനകത്ത് സെറ്റിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് പ്രീമിയം രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളും ഈ ഒരു ചുമരിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. കർട്ടൻ പ്ലെയിൻസ് ഉൾപ്പെടെ വരുന്ന നമുക്ക് 2-3 നമുക്ക് വിൻഡോസും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഈ ഒരു ലിവിങ് ഏരിയയിലുള്ള ഒരു TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമായൊരു ഗോൾഡൻ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് നല്ല ഡിസൈനും കാര്യവും കൊടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് പാനൽ വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. പാനൽ വർക്ക് നമുക്ക് ടോപ്പ് എൻഡ് വരെ നമുക്ക് പാനൽ വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തീർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ആക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല GM ബോർഡിൽ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് ഇവിടെ വന്നേക്കുന്നത്.
ഇൻഡോർ ഡെക്കോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വർക്ക് വന്നിട്ടുണ്ട്. തൊട്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വരുന്ന ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരിൽ ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ബ്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഗാർഡൻ പ്രൊവിഷൻ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് വീടിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ തക്ക രീതിയിലുള്ള ഒരു ഓപ്പണിങ്ങും അതുപോലെ തന്നെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ എല്ലാം ചെയ്തേക്കുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം 8 കസേരയൊക്കെ നമുക്ക് ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ വാഷ് ബേസിനെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള വാഷ് ബേസിൻ കൗണ്ടർ തന്നെയാണ്. ബാക്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളും കൊടുത്തിട്ട് വലിയൊരു സർക്കിൾ മിററും അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് സ്പേസും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് ഫ്ലോട്ടിംഗ് ഡിസൈനും കാര്യങ്ങളൊക്കെ വരത്തക്ക രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ വരുന്നുണ്ട്. തൊട്ട് സൈഡിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കി കവറപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ഓപ്പൺ മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ പണിതിട്ടുള്ളതും. ഈ ഒരു കിച്ചൺ നല്ല ലെങ്തി രീതിയിലാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ ചെയ്തേക്കുന്നുണ്ട്. ഫ്ലോറിംഗ് ആയിട്ട് നല്ല വുഡൻ പാറ്റേൺ വരുന്ന മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് വന്നിരിക്കുന്നത്. 16x10 ഡയമെൻഷൻ വരുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസ് നമുക്കിവിടെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചണിൻ്റെ എല്ലാ പണികളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. താഴെ മുകളിലുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു കളർ തീമും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്കാണ് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്കിവിടെ ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ചിമ്മിനി ഹോബും എല്ലാം നമുക്ക് ഓൾറെഡി ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ഇവിടെ തന്നെ നമുക്ക് സിങ്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സ്ലാബും അതുപോലെ സിങ്കും ഒരു വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4,600 സെൻറ്റിൽ 2,100 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 4 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല മനോഹരമായ ഒരു വിശാലമേറിയ ഒരു ബെഡ്റൂം നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് വരുന്നുണ്ട്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം നമ്മുടെ ചെയ്തിട്ടുണ്ട്. ഒരു വാൾ റൂഫ്സ് നല്ല വലിയ അടിപൊളിയായിട്ടുള്ള വലിയൊരു വാൾ റൂഫ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ വരുന്ന വിൻഡോസും അതുപോലെ തന്നെ ഹെഡ് സ്പേസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം നമുക്ക് ടെക്സ്ചർ വർക്ക് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള വാൾ ആർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ഗ്രിപ്പായിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തേക്കുന്നത്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു നമുക്ക് സെക്കൻഡ് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ ഈ കാണുന്ന ഫ്ലോറെല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്തിട്ടുള്ള കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമ്മൾ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്.
ഒരു വാൾ റൂപ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള വാൾ റൂപ്സും അതുപോലെ ടെക്സ്ചർ വർക്ക് വരുന്ന രീതിയിലുള്ള ഒരു വാൾ ആർട്ടും കാര്യങ്ങളും ചെയ്ത് ബെഡ് സ്പേസ് വരുന്ന ഒരു മനോഹരമായ ഒരു സ്പേസും കാര്യങ്ങളും ഒരുക്കി 2 സൈഡും കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് നല്ല മനോഹരമായ രീതിയിലുള്ള സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനിൽ ചെയ്തിട്ടുള്ള ഒരു വാൾ റൂപ്സാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹീറ്റർ പ്രൊവിഷൻസ് ഒക്കെ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു റൂം തന്നെയാണ്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഉടൻ തേക്കും തടിയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ നമുക്ക് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഹാൻഡിൽസിനായിട്ട് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഗ്രാനൈറ്റിൻ്റെ ഫ്ലോറിംഗ് ആണ് നമുക്ക് വന്നേക്കുന്നത്. സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു മോഡൽ ഫർഗോള മോഡൽ ഒരു രീതിയിലുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് അങ്ങേറ്റം വരെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കായിട്ട് കണ്ടിന്യൂഷനായിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 20x20 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാളിന് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് അത്യാവശ്യം ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ നമുക്ക് വരുന്നുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ഡിസൈൻ വരുന്ന ഒരു വാൾ ആർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു മെയിൻ ഹാളും അതുപോലെ തന്നെ 2 ബെഡ്റൂമും ഒരു ബാൽക്കണിയാണ് നമുക്കൊരു ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയ ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് ഒരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുവാണെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ വരത്തക്ക രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ വീട്ടിലെ എല്ലാ റൂംസും നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ബെഡ്റൂം സൈസ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ആക്കിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്ലോറിംഗ് തന്നെയാണ്. ഈ ഒരു ഭാഗത്താണ് ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതും. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു വാളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഡിസൈനും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ വരുന്ന ഒരു വിൻഡോ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വീതിയിലുള്ള ഒരു വാൾ റൂപ്സ് നമുക്കിവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു വാൾ റൂപ്സ് തന്നെയാണ്. സ്റ്റാൻഡേർഡ് രീതിയിലുള്ള വാൾ റൂപ്സും പ്ലസ് ഡ്രസ്സിങ് ഏരിയയിൽ വരുന്ന ടേബിൾ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. AC പോയിന്റ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഈ ഒരു ഏരിയ എല്ലാം നമുക്ക് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ഗ്രിപ്പായിട്ടുള്ള ടൈൽസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നല്ല ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. വാൾ റൂപ്സ് എല്ലാം നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആണ്. വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെയാണ് നമുക്കിവിടെ വാൾ റൂപ്സ് എല്ലാം വരുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഇത് അത്യാവശ്യം നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും അതുപോലെ ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്.
ഹീറ്റർ പ്രൊവിഷൻസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ബാൽക്കണിയാണ് നമുക്ക് ഇനി പോകുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 16x8 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി, റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. വൈകിട്ടുള്ള സമയത്ത് അത്യാവശ്യം നമുക്ക് ഈ ചെയറും കാര്യങ്ങളും കിട്ടും, നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഹാൻഡിൽസ് എല്ലാം നമുക്ക് സ്റ്റീലിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ഹാൻഡിൽസാണ് നമുക്ക് വരുന്നത്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരാണ് ഇവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻക്ലൂഡായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അത് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയ ഓപ്പൺ ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു ഓപ്പൺ ഏരിയയിൽ തന്നെയാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള അതിനുള്ള ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം എക്സ്റ്റൻഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് അവർ ചെയ്തിട്ടുള്ളതും. അപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളും നമുക്ക് വാഷിംഗ് മെഷീൻ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കവറപ്പ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കവറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ റൂംസ് ആയാലും ഇതുപോലെ ലിവിങ് ഏരിയ ആയാലും അതുപോലെ തന്നെ നമുക്ക് ബാൽക്കണി ആയാലും നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 4,600 സെൻറ്റ് സ്ഥലത്ത് 2,100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 85 ലക്ഷമാണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപമാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 85 ലാക്സ് ആണ്. തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.